നമസ്കാരം. M4 മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് തുടക്കം. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി 2018 ശേഷം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം, ജൂഡ് ആന്റണിയും മോഹൻലാലും ഒന്നിക്കുന്ന ആദ്യ ചിത്രം. അതിനൊക്കെ ഉപരി മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന ആദ്യ സിനിമ എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട്. തുടക്കം ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന മൂവിയാണ്. കുടുംബ പ്രേക്ഷകരെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്ത രീതിയിലാണ് ജൂഡ് ആന്റണി ഈ സിനിമ സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു തുടക്കക്കാരുടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ വിസ്മയ മോഹൻലാൽ തനിക്ക് കിട്ടിയ റോള് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആന്റണി പെരുമ്പാവൂരിൻ്റെ മകനും സായ് കുമാറും ഗണേഷ് കുമാറും എല്ലാം തന്നെ അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന ചില സംഭവങ്ങളാണ് കഥയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പറയേണ്ടത്, തുടക്കം ഒരു സാധാരണ കുടുംബ ചിത്രമല്ല. ആക്ഷനും സസ്പെൻസും ഇമോഷനും എല്ലാം ചേർത്തുള്ള ഒരു ത്രില്ലർ അനുഭവമാണ് ഈ സിനിമ നമുക്ക് പങ്കുവയ്ക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി ശരിക്കും പറഞ്ഞാൽ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഹാഫ് ടൈം വരെ കൊണ്ടുപോകാൻ സംവിധായകന് കഴിഞ്ഞു എന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു സമയത്ത് പോലും നമ്മൾക്ക് ബോറടിക്കാത്ത രീതിയിൽ, ഒരു സമയത്ത് പോലും നമുക്ക് ഒരു മിനിറ്റ് പോലും റീതിങ്ക് ചെയ്യാനുള്ള സമയം നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു മൂവി തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ആ ഹാഫ് ടൈമിന് മുന്നേ വരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത മൂമെൻറ്റിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് പോണത്, ഇത് ഏത് ലെവലിലേക്കാണ് ഈ സിനിമ വരാൻ പോണത് എല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും എന്നതാണ് നമ്മൾ അവസാനം വരെ ഈ സിനിമയെ പിടിച്ചിരുത്തുന്ന ഘടകം എന്ന് പറയുന്നത്. എന്ന നിലയിൽ വിസ്മയ മോഹൻലാൽ തൻ്റെ ആ റോൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില സമയങ്ങളിലെല്ലാം നമുക്ക് ചില ഗ്യാപ്പുകളൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും പക്ഷേ തൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തീർത്തു എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ നമ്മൾ ആദ്യ പകുതിയിൽ ആ സസ്പെൻസ് നിലനിർത്തി അവസാനം നമ്മൾ ഹാഫ് ടൈം വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്തിയിട്ടാണ് ആ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. ഹാഫ് ടൈമിന് ശേഷം വരുന്ന ആദ്യത്തെ 2 മിനിറ്റ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം അവിടെയാണ് നമുക്ക് കോരിത്തെരിപ്പിക്കുന്ന രംഗം എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ഒരു 2 മിനിറ്റ്സിൻ്റെ അകത്ത് നടക്കാൻ പോകണം. പലപ്പോഴും നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എടുത്ത് ചായ കുടിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സിനിമ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാവും നമ്മൾ തിയേറ്ററിൽ വന്നിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ആ 2 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മിനിറ്റാണ്. ഞാൻ അതിന് കൂടുതൽ പറഞ്ഞതിൻ്റെ കഥയെ സ്പോയിൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഹാഫ് ടൈമിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക. കാരണം എന്താ വെച്ചാൽ ആ 2 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോരിത്തെരിപ്പിക്കുന്ന രംഗം എന്നൊക്കെ പറയില്ല, അതാണുള്ളത്. ഇതിലെ പശ്ചാത്തല സംഗീതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്. കാരണം ഓരോ സീനിലും ഓരോ വിഷ്വൽസിനും ഈ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണെന്ന് പറയാൻ കാരണം. തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഫീൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടക്കം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ജൂഡ് ആന്റണി കഥ പറഞ്ഞിട്ടുള്ളത്. ഒരു സസ്പെൻസ് അതുപോലെ നിലനിർത്തി അവസാനം വരെ നമുക്ക് ആ സസ്പെൻസ് നിലനിർത്തി കൊണ്ടുവന്നു. നമുക്ക് അറിയാമെങ്കിലും എന്താണ് ഇനി എന്ന് നമുക്ക് അറിയാമെങ്കിലും എങ്ങനെ അത് നടക്കും എന്നുള്ളതിൻ്റെ സസ്പെൻസ്, എന്തായിരിക്കും ഇതിൻ്റെ അവസാനം എന്നുള്ള ഒരു സസ്പെൻസ് എല്ലാം നിലനിർത്തി കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞു. ആൻഡ് ഓവറോൾ നല്ലൊരു കുടുംബ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാൻ പറ്റും. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മറ്റൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.